السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه وأتباعه ومن سلك مسلكه ودعا بدعوته إلى يوم الدين. أما بعد فأوصيكم وإياي أولا بتقوى الله. ബഹുമാന്യരായ സാദാത്തുമാരെ, പണ്ഡിതന്മാരെ, പൗരപ്രമുഖരെ, മാനേജ്മെൻറ്റ് ഭാരവാഹികളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് സാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. വളരെ വലിയ മഹത്തായ അനുഗ്രഹീതമായ മുബാറക്കായ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ജീവനായ ഇൽമ് പുതിയ തലമുറക്ക് എങ്ങനെ ഫലപ്രദമായി കൂടുതൽ കാര്യക്ഷമമായി കൈമാറ്റം ചെയ്യാൻ കഴിയും എന്നതാണ് അടിസ്ഥാനപരമായി ഈ സംഗമത്തിൻ്റെ ലക്ഷ്യം. ദീനിനെ സംബന്ധിച്ച് പലവിധ തെറ്റിദ്ധാരണകളും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അധ്യക്ഷനവറുകൾ അവസാനം പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ദീൻ എന്നും അങ്ങനെ തന്നെയാണ്. അമ്പിയ മുർസലിങ്ങൾ എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ നബിമാർക്കും മുർസലിങ്ങൾക്കും ശത്രുക്കളും പ്രതിയോഗികളും ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിയോഗികളിൽ പലരും പല നബിമാരെ അറുകൊല ചെയ്യുക വരെ ഉണ്ടായിട്ടുണ്ട്. വകാനൂ യഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ്, ഒരുവിധ ന്യായീകരണവുമില്ലാതെ അവർ പ്രവാചകന്മാരെ കൊല്ലുന്നവരായിരുന്നു എന്ന് ഇസ്രായേലിനെ സംബന്ധിച്ച് ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞു. ബിഗൈരിൽ ഹഖ് പറഞ്ഞ ഒരു ന്യായീകരണം ഇല്ലാതെയാണ്. അപ്പോൾ നബിയെ കൊല്ലാൻ എന്തെങ്കിലും ന്യായീകരണം ഉണ്ടാവുമോ? ഉണ്ടായിട്ടില്ല. സകല മനുഷ്യർക്കും ബോധ്യമായിരുന്നു അനീതിയിൽ അധിഷ്ഠിതമായിട്ടാണ് ഇവർ കൊല ചെയ്യപ്പെടുന്നത്. ഈ കൊല്ലുന്നവർക്ക് തന്നെ അറിയായിരുന്നത്. പക്ഷേ ഈ കള്ളുടിച്ച് പിരാന്ത് വാങ്ങണമെന്ന് അറിയുന്ന ആൾക്കാരെ പൈസ കൊടുത്തുള്ള കള്ളുടിക്കൽ അറിയാതല്ല എന്നർത്ഥം. കള്ള് കുടിച്ച് ക്യാഷ് കൊടുത്ത് കള്ള് കുടിച്ച് ചെന്നിട്ട് പെണ്ണുങ്ങളെ തല്ലാണ് ഇപ്പോൾ ഞാൻ പോകണമെന്ന് പോകാൻ അറിയാം, അല്ലെങ്കിൽ അവൻ്റെ അനുഭവം അതാണ്, എന്നാലും കള്ളുടിക്കും എന്നതുപോലെയായിരുന്നു അമ്പിയ മുർസലിങ്ങളെ അവർ കൊന്നിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അത് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ ദുനിയാവ് അങ്ങനെയാണ്, പരീക്ഷണത്തിൻ്റെ ഒരു ഇടമാണ്. അദ്ദുനിയ ദാറു ബല വൽ ഉഖ്റ ദാറു ജസാ എന്നാണ് ഹദീസിൽ. ദുനിയാവ് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലം. ദുനിയാവിൽ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലത്തിൻ്റെ സ്ഥലമാണ് ആഖിറം. ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആഖിറത്തിൽ പരീക്ഷണം ഉണ്ടാവില്ല. ഒരു തക്ലീഫില്ല, ഒരു കൽപ്പനയില്ല, ഒരു നിയമമില്ല, ഫർദ് നമസ്കാരം പോലും ഇല്ലല്ലോ മരിച്ചാൽ പിന്നെ. അവിടെ ഇവിടുന്ന് ചെയ്തതിൻ്റെ പ്രതിഫലം ഏറ്റുവാങ്ങാനുള്ള സ്ഥലമാണ് അവിടെ. ഇവിടെ പരീക്ഷണത്തിൻ്റെ ഭവനമാണ്. ഒരു പരീക്ഷണമില്ലാതെ സ്വർഗത്തിൽ കുത്തനെ കയറാൻ നിങ്ങൾ വിചാരിക്കണല്ലോ എന്ന് വരെ പഠിച്ചാൽ ചോദിച്ചിട്ടുണ്ട് ഖുർആൻ. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലവ മിൻ ഖബ്ലികും മസ്സത്തുഹുമുൽ ബഅസാഉ വദ്ദറ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലവ മിൻ ഖബ്ലികും, നിങ്ങളുടെ പൂർവികന്മാർക്ക് വന്ന് ഭവിച്ചിട്ടില്ലാത്ത പരീക്ഷണങ്ങളൊന്നും ഏറ്റുവാങ്ങാതെ സ്വർഗത്തിൽ കടക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട. അവരെ സ്ഥിതി എന്തായിരുന്നു? മസ്സത്തുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ച് പീഡനങ്ങളും ത്യാഗങ്ങളും താടനങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ സഹിച്ച് അവർ ചോദിക്കും,
മത്താ നസ്റുള്ള, അള്ളാഹിൻ്റെ സഹായം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ, അതെവിടെയാണ്? മത്താ നസ്റുള്ള, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി, അല ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിങ്കിൽ എന്നുള്ള സഹായം ഇത് വളരെ സമീപസ്ഥമാണ്. അപ്പം അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളുണ്ടാവും. തനിച്ച നുണ വിശ്വാസികൾക്ക് നേരെ തിരിച്ചുവിടപ്പെടും. 2 ആഴ്ച മുമ്പ് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു സന്ദേശം പോയി സിറിയയിലേക്ക്. നമ്മളെ ഗവൺമെൻറ് അയച്ചതാണ്. സിറിയയിലുള്ള ന്യൂനപക്ഷങ്ങളെയും പാവപ്പെട്ടവരെയൊന്നും കഷ്ടപ്പെടുത്താൻ പാടില്ല. ബഷാറുൽ അസദ് നാട് വിട്ടപ്പോൾ കൊടുത്തൊരു സന്ദേശം. ആ സന്ദേശം നേരെ അങ്ങോട്ട് തിരിച്ചു പിടിക്കുകയാണ് വേണ്ടത്. ഇന്ത്യയിലുള്ള അവസ്ഥയാണിപ്പോൾ അത്. ന്യൂനപക്ഷങ്ങളെയും മർദ്ദിത വിഭാഗങ്ങളെയും പാവപ്പെട്ടവരെ ആക്രമിക്കുക, മർദ്ദിക്കുക, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുക, മൗലിക അവകാശങ്ങൾ തള്ളിക്കളയുക എന്നൊക്കെ ഉള്ളത്. അത് ഓർമ്മയില്ല, അത് പുറത്തുള്ളവരെ ഉപദേശിക്കുക. ഞാൻ പറഞ്ഞ ഭരണകൂടങ്ങൾ വരെ ഈ ഒരു സ്റ്റാറ്റസിലാണ് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പശ്ചാത്തലത്തിലാണ് മദ്രസ മാനേജ്മെൻറ്റുകൾ സജീവമായി ശ്രദ്ധിക്കേണ്ടത്. മദ്രസ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ മാനേജിങ് കമ്മിറ്റി, അവനവൻ്റെ നാട്ടിലെ കാര്യങ്ങൾ എന്ന് മാത്രമല്ല. ഇതിങ്ങനെ പരസ്പര ബന്ധിതമായ ഒരു ശൃംഖലയാണ്. ഈ മഹല്ലിലെ മദ്രസ അടുത്ത മഹല്ലിലെ മദ്രസ, ഇവിടുന്ന് ഒരു കുട്ടീനെ അങ്ങോട്ട് കെട്ടിക്കും, അവിടുന്ന് ഒരു കുട്ടിയെ ഇങ്ങോട്ട് കെട്ടിക്കും. ഇങ്ങനെ പരസ്പര ബന്ധിതമാണ് ഈ സമൂഹം. അപ്പോൾ എല്ലാ മദ്രസ മാനേജ്മെൻറ്റുകളും എല്ലാ മഹല്ല് കമ്മിറ്റികളും തികച്ചും ശരിയായ ലക്ഷ്യം നിർണയിച്ച ലക്ഷ്യത്തിലൂടെ വിജയകരമായി മുന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോഴേ കാര്യങ്ങൾ ഭംഗിയായി നടന്നു പോകും. നമ്മളെന്താ ചെയ്യണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയെ സൃഷ്ടിച്ചു. മനുഷ്യരൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാകണമെന്നാണ് അള്ളാഹുവിൻ്റെ ആഗ്രഹം. ചില ആളുകൾ മറുകണ്ഠം ചാടിയിട്ട്, ചില ആളുകൾ അള്ളാഹുവിൻ്റെ എതിര് കാണിക്കണവരുണ്ടാവും. സ്വാഭാവികമാണ്, അങ്ങനെ ഉണ്ടാവും. ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമെന്ന് അള്ളാഹു തആല തീരുമാനിച്ചതാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും അതത് കാലഘട്ടങ്ങളിലും സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും സത്യവിശ്വാസികൾ അനുവർത്തിച്ച് അത് മുന്നോട്ട് പോകണം. എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കുന്നത് ഒരേ മാതിരിയല്ല. ചിലയിടത്ത് എളുപ്പമുണ്ടാവും, ചിലയിടത്ത് പ്രയാസങ്ങൾ. നമ്മുടെ പശ്ചാത്തലം ഏറെക്കുറെ അങ്ങനെയാണ്. പ്രാതികൂല്യങ്ങളുണ്ടാവും. നമ്മുടെ പേരിൽ അപവാദങ്ങൾ, ശുദ്ധമായ നുണകൾ പ്രചരിപ്പിച്ച് ഇസ്ലാം തീവ്രവാദമാണ്, മദ്രസയിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദികളെ ഉണ്ടാക്കാനുള്ള സംവിധാനമാണ്, തുടങ്ങി പലതും. മദ്രസയിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്താ ഉണ്ടാവുക? അള്ളാഹു റസൂൽ പഠിപ്പിച്ചത് ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ കൈ കൊണ്ടോ നാവ് കൊണ്ടോ ഒരാൾക്ക് ഒരു ശല്യവും ദ്രോഹം ഉണ്ടാവില്ല. അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിമായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ കൈ കൊണ്ടോ നാവ് കൊണ്ടോ എന്ന് പറഞ്ഞാൽ ഒരാളവൻ ആക്രമിക്കൂല, മർദ്ദിക്കൂല, കല്ലെടുത്തെറിയില്ല, ദോഷകരമായി ഒന്നും ചെയ്യില്ല. അവൻ്റെ നാവ് കൊണ്ട് ഒരാൾക്കെതിരെ ഒന്നും സംസാരിക്കില്ല. അവനാണ് മുസ്ലിം. പക്ഷെ മറ്റുള്ളവർക്കത് അറിയില്ല. ഈ മതത്തിലുള്ളവൻ മറ്റുള്ള മതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ധാരണകൾ, സിദ്ധാന്തങ്ങൾ എന്താണെന്ന് അറിയില്ല. അറിയാത്തത് കൊണ്ട് അവർ ആരോ പറഞ്ഞു കൊടുക്കുന്ന തെറ്റിദ്ധാരണകൾ, തെറ്റായ വേദവാക്യങ്ങൾ അവർ അനുവർത്തിക്കണം. ഭഗവത്ഗീത ശരിയായി അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങൾ മാത്രം പഠിച്ചാൽ മതി ഒരാൾ. അവൻ വേറൊരാളെ ദ്രോഹിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യില്ല. അങ്ങനെ ഒരു പ്രേരണ അതിലില്ല. ബൈബിൾ ശരിക്കും പഠിച്ചൊരു ക്രിസ്ത്യാനി അച്ചായൻ മറ്റാരെയും ഏത് മതക്കാരെയും ആക്രമിക്കുകയോ മർദ്ദിക്കുകയോ ചെയ്യുകയില്ല. ഞാൻ ഇവിടെ വിശദീകരിക്കണം ചെയ്ത്. ഒരു മതം അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ പ്രയാസങ്ങളും പ്രാതികൂല്യങ്ങളും വ്യത്യസ്തമായിരിക്കും ഞാൻ പറയാൻ കാരണം. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഒരു മതേതര രാജ്യമാണ് കേരളം അല്ലെങ്കിൽ ഇന്ത്യ. ഒരു മതം മറ്റൊരു മതവുമായി സ്പർദ്ധ ഉണ്ടാകേണ്ടതില്ല
ഉണ്ടാക്കാൻ പാടില്ല. ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ശമിപ്പിക്കണം. പക്ഷേ ഈ ദോഷൈക ദൃക്കുകളായ ആളുകൾ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാവും. ദോഷം മാത്രം ചെയ്യുക, കുറ്റം മാത്രം അനുവർത്തിക്കുക. ഈജിപ്തിലൊരു സംഘടന ഉണ്ടായി അടുത്ത കാലത്തിൻ്റെ പേര് അബദത്തു ഷൈത്താൻ. അബദത്തു ഷൈത്താൻ, പിശാചിനെ ആരാധിക്കുന്നവർ. അവർക്ക് ഈ പിശാചിനെ പറ്റിയും പിശാചിൻ്റെ കർമ്മങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണ്. അതൊരു ഫാഷൻ. ബിസ്മില്ലാ. അതൊരു ഫാഷനായിട്ട് അനുഭവപ്പെടുക. അവരങ്ങനെ വിചാരിക്കുക. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ മാതിരി തന്നെ ഇപ്പോൾ വസ്ത്രം വാങ്ങണത് അവറത്ത് മറക്കാനാണോ? എന്നാൽ അവറത്തിൻ്റെ അവിടെ കീറിയ പുതിയ പാൻറ്റ് അങ്ങാടിയിൽ വാങ്ങാൻ കിട്ടുമ്പോൾ അങ്ങനെ കുറേ വാങ്ങണ കുറേ ആൾക്കാരുണ്ട്. ആണും പെണ്ണൊക്കെ മുട്ടിൻ്റെ അവിടെ ഒരു കീറലുണ്ടാവും. പെൺകുട്ടികൾ ഉപയോഗിക്കണേൽ മുട്ടിൻ്റെയും പിന്നെ അതിൻ്റെ ബെൽറ്റ് കെട്ടുന്ന അതിൻ്റെ ഇടയിലൊരു കീറിയ സ്ഥലം ഉണ്ടാവും. അവിടെയൊക്കെ ഇങ്ങനെ ചർമ്മം കാണാം. വസ്ത്രം എന്ന് പറഞ്ഞാലോ ശരീരം മറക്കാനുള്ള സാധനമാണത്. അപ്പോൾ അതൊരു കോമാളിയാണ്. അതുപോലെ ഉമ്മാനും ബാപ്പാനൊക്കെ അവഹേളിക്കുക, ഗുരുനാഥന്മാരെ പരിഹസിക്കുക, ബാപ്പാക്ക് വയസ്സായാൽ എത്തിയങ്ങാനെ കൊണ്ടാക്കുക. വയസ്സന്മാരാക്കണ എത്തിയങ്ങാനുണ്ടല്ലോ, ഓൾഡ് ഏജ് ഹോം എന്നതിന് പറയാം. ഉമ്മാനവിടെ കൊണ്ടാക്കുക. നല്ല വക ഉണ്ടാവും ജീവിക്കാൻ, സാമ്പത്തികമായി ഇങ്ങനെ കുമിഞ്ഞുകൂടിയ അവസ്ഥയായിരിക്കും. എന്നാലും തന്തനും തള്ളിയിൽ നോക്കാനൊക്കെ പ്രയാസമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് അവിടെ കൊണ്ടാക്കുകയാണ്. തന്താനും തള്ളലും കൊണ്ടാക്കണം, എത്തിയങ്ങാനകൾ കൊണ്ടാക്കുക. ഫീസ് കൊടുക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്, ഫീസ് കൊടുക്കാത്ത സ്ഥലമുണ്ട്. അത് വിഷയമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഫാഷൻ അല്ലെങ്കിൽ ഒരു പുതുമ കാണുക. അത് ഇബ്ലീസാണ് കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർ. ലൗദില്ലന്നഹും വല ഉമന്നിയന്നഹും വല ആമുറന്നഹും ഫലയുബത്തിക്കുന്ന ആദാനൽ അൻആം. ഇതൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നു. പടച്ചവനോട് ശപഥം ചെയ്ത് പോകുന്നു. അപ്പം ഇതിനെതിരെ ഖിയാമത്ത് നാൾ വരെ സത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരാകണം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ. ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മദ്രസ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി നടത്തുന്നത്. ചെറുപ്പത്തിലെ മതകീയമായ സംസ്കാരം, അധ്യാപനങ്ങൾ, സദാചാര സൽസ്വഭാവ ശീലങ്ങൾ പുതിയ തലമുറക്ക് കൈമാറിയെങ്കിലേ അത് അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുള്ളൂ. പ്രായപൂർത്തിയായിട്ട് ബുക്ക് വാങ്ങി കൊടുത്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ CD കണ്ടതുകൊണ്ട് കാര്യമില്ല. ചെറുപ്പത്തിലത് ശീലിക്കണം. അതുകൊണ്ടാണ് ഒന്നാമത്തെ സെക്കൻഡിൽ തന്നെ അല്ലെങ്കിൽ മിനിറ്റിൽ തന്നെ കുട്ടിയുടെ ജീവിതം ശുഭകരമായിരിക്കാനുള്ള ശുഭസൂചകമായി കുട്ടിക്ക് മധുരം കൊടുക്കാൻ അള്ളാഹു കൽപ്പിച്ചത്. തൗഹീദിൽ അധിഷ്ഠിതമായി വേണം അവൻ്റെ ജീവിതം എന്നുള്ളതിലേക്കുള്ള ശുഭസൂചനയായിട്ടാണ് അഷ്ഹദു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ഒന്നാമത്തെ സെക്കൻഡിൽ പരമാവധി നേരത്തെ അവന് കേൾപ്പിക്കാൻ ശരീഅത്ത് കൽപ്പിച്ചത്. കുട്ടിക്ക് തിരിയില്ല. അതിപ്പോൾ വാങ്കാണ്, വലത്തെ ചെവിയിൽ ഇടത്തേക്ക് ചെവിയിൽ ഇഖാമത്തൊന്നും കുട്ടിക്ക് അറിയില്ല. ഈ തേൻ കൊടുക്കുന്നതിന് പകരം എൻ്റെ കയ്പ് കൊടുത്താലും കുട്ടി ഇങ്ങനെ ഇറക്കും. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു തആല അവൻ്റെ ഓരോ അടിമയും ഇങ്ങനെ ശുഭസൂചകമായി വളർത്തപ്പെടണം, പരിരക്ഷിക്കപ്പെടണം. അത് ക്രമപ്രവൃദ്ധമായ പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ അത് വേണമെന്ന് അള്ളാഹു പഠിപ്പിച്ചു. അംബിയാ മുർസലീങ്ങൾ പഠിപ്പിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു. അദ്ദിബു ഔലാദക്കും അലാ സലാസി ഖിസാൽ ഹുബ്ബി നബിയിക്കും വഹബ്ബി അഹ്ലി ബൈത്തിഹി വഖിറാഅത്തിൽ ഖുർആൻ. ഉദാഹരണം, നിങ്ങളെ കുട്ടികളെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരണം, അദബ് പഠിപ്പിച്ച് പരിശീലിപ്പിച്ചു കൊണ്ടുവരണം, ഖുർആൻ ഓതിപ്പിച്ചുകൊണ്ട്, നബി തങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, നബിയുടെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട്. ഇതൊരു ഹദീസിലുള്ള, വേറെ ഹദീസിൽ കുറേ കാര്യങ്ങളുണ്ട്. അദ്ദിബു ഔലാദക്കും അലാ സലാസി ഖിസാൽ ഹുബ്ബി നബിയിക്കും വഹബ്ബി അഹ്ലി ബൈത്തിഹി വഖിറാഅത്തിൽ ഖുർആൻ. ചെറുപ്പം മുതലേ ഇത് ശീലിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകെ ചുരുക്കം. അതിന് ഈ ചെറുപ്പത്തിൽ 5 വയസ്സാകുമ്പോൾ, ഇപ്പം അതിന് മുമ്പേനെ കിൻഡർ ഗാർട്ടൻ ക്ലാസ്സുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, KG. ഉള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ചെയ്യണം.
ചെറുപ്പത്തിലേ ഇത് ശീലിപ്പിക്കണം. അതിൽ ഒരു വീഴ്ചയും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ ആ കുട്ടികളെ ഈ പറഞ്ഞ ലെവലിൽ കിട്ടുകയില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരിക്കൽ പള്ളിയിൽ മസ്ജിദ് നബവിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പേരക്കുട്ടികൾ രണ്ടാളും അവിടെ കൂട്ടി വെച്ചിരുന്ന ഈത്തപ്പന കൂനയിൽ നിന്ന് ഓരോ ഈത്തപ്പഴം എടുത്ത് തിന്നു. പള്ളിയിൽ എന്താ ഈത്തപ്പഴം എത്ര അധികം എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി സഹാബികളൊക്കെ ഈത്തപ്പഴത്തോട്ടക്കാരൊക്കെ പിന്നെ മുത്തനബിയെ ഏൽപ്പിക്കും. അതിൻ്റെ തൂക്കം അളവൊക്കെ കണക്കാക്കിയത് ഒരു പള്ളിയിൽ കൊടുന്ന് ഏൽപ്പിക്കും. സക്കാത്തിൻ്റെ ഈത്തപ്പഴം അതിൽ നിന്നാണ് ഈ കുട്ടികളെടുത്ത് തിന്നണത്. നബി കുടുംബത്തിന് സക്കാത്ത് തിന്നാൻ പാടില്ല, കൊടുക്കാനും വാങ്ങാനും പാടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഇരുന്ന് പറഞ്ഞാൽ മതി, ആ കുട്ടികളെ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അവൻ്റെ വായിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സഹാബികളൊക്കെ ചെയ്യും. നബി തങ്ങൾ ഇത് ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് വിശിഷ്യ മുസ്ലിങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് റസൂലുള്ളാഹി അവിടുന്ന് എണീറ്റ് വന്നിട്ട് കുട്ടികളടുത്ത് വന്നിട്ട് കുട്ടികളുടെ കയ്യിൽ വിരലിട്ടിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. കഹിൻ ഫഇന്നഹാ ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലിഹി. തുപ്പിക്കള മക്കളെ, നമുക്കത് തിന്നാൻ പാടില്ല. ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലിഹി. മുഹമ്മദ് നബിക്കോ കുടുംബത്തിനോ സക്കാത്ത് കഴിക്കാൻ പാടില്ല. ഇത് വലിയ ഒരു ചൂണ്ട് പറയുകയാണ്. ഒരു ഈത്തപ്പഴം എന്നുള്ളൊരു ഉദാഹരണമാണ്. നമ്മുടെ മക്കൾ ഇസ്ലാമിൽ അഹിതകരമായ അനുവദനീയമല്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അത് വളരെ സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി ആ കുട്ടിയെ ഗുണദോഷിക്കണം, മനസ്സിലാക്കി. നമ്മൾ എത്ര രക്ഷാകർത്താക്കൾ ഇതിന് സന്നദ്ധരാകുന്നുണ്ട് എന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ എടുത്തിടുന്നത് നല്ലതാണ്. ഈ ഒരവസ്ഥയിൽ മുസ്ലിങ്ങൾ അവരുടെ മക്കളെ, പുതിയ തലമുറയെ സജ്ജരാക്കാൻ, വളർത്തിക്കൊണ്ടുവരാൻ സന്നദ്ധരായില്ലെങ്കിൽ ആ കുട്ടികളുടെ ഇസ്ലാമിക സംസ്കാരം കാര്യം കടമായി. ഇങ്ങനൊരു സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ടായല്ലോ. 3/4 നൂറ്റാണ്ട് കാലമായി മദ്രസ സംവിധാനം നിലവിൽ വന്നു. അതിൻ്റെയും 1/4 നൂറ്റാണ്ട് മുമ്പ് വേറെയും സംവിധാനം ഉണ്ടായിരുന്നു. 1343 ദുൽഹിജ്ജ മാസം 14 സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമായത്. 1343. ഇപ്പോൾ 1446. ആദ്യത്തെ 1/4 നൂറ്റാണ്ട് കാലം ദീനീ പ്രബോധനം തന്നെ സമസ്ത നടത്തിയത്. വിവിധ സമ്മേളനങ്ങളും യോഗങ്ങളും പരിപാടികളൊക്കെ നടത്തിയത്. ഞാൻ ഇപ്പോൾ അവിടെ വിശദീകരിക്കണില്ല. അങ്ങനെ 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് 1951 വടകരയിൽ വെച്ച് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായി. അതേ കൊല്ലം ഏകദേശം അവസാനമായപ്പോഴേക്ക് 7 മദ്രസകൾക്ക് അംഗീകാരം നൽകി. ആദ്യം അതിൽ 1-ാം നമ്പർ വാളക്കുളത്തെ ബയാനുൽ ഇസ്ലാം മദ്രസയായിരുന്നു. 7-ാമത്തേത് എടരിക്കോട് നാഷണൽ ഹൈവേൻ്റെ വക്കത്ത് കാണുന്ന മുനവ്വിറുൽ ഇസ്ലാം മദ്രസയായിരുന്നു. അങ്ങനെ മദ്രസകൾ വളർന്ന് വലുതായി വിപുലമായി വന്ന് ഇന്ന് 10,800-ലധികം മദ്രസകൾ സമസ്ത ബോർഡിൻ്റെ അംഗീകാരമുള്ള മദ്രസ. ഇത് അള്ളാഹു കേരള മുസ്ലിങ്ങൾക്ക് നൽകിയ വലിയൊരു വരദാനമാണ്, വലിയൊരു അനുഗ്രഹമാണ്, ബറക്കത്താണ്. അത് മനസ്സിലാക്കാൻ വടക്കേ ഇന്ത്യയിലേക്ക് പോകണം, കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകണം. 10,000 മദ്രസ സമസ്തയുടെ ഇടയിൽ വളരെ വ്യവസ്ഥാപിതമായി കാക്കൊല്ല പരീക്ഷ, അരക്കൊല്ല പരീക്ഷ, പാഠ്യപദ്ധതി, പട്ടിക, മറ്റത് മറിച്ചത്, മുഫസ്സിർമാർ ചൊല്ലൽ. 10,000 മദ്രസ അങ്ങനെ ഉണ്ടെങ്കിൽ 100 മദ്രസ കേരളത്തിന് പുറത്ത് വ്യവസ്ഥാപിതമായി ഈ രീതിയിൽ നടക്കണില്ല. 100 മദ്രസ. ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ അപര്യാപ്തമാണ്. അതുകൊണ്ട് അവിടെയുള്ള കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ അറിയില്ല. നമ്മുടെ മക്കളുടെ മൂത്ത മോൻ്റെ പേരക്കുട്ടിക്ക് വരെ ഫാത്തിഹ ഓതാൻ അറിയാം, നിസ്കരിക്കാൻ അറിയാം. എന്താ വ്യത്യാസം? നമ്മളെക്കാൾ മുന്തിയ ആൾക്കാരാണ് അവിടെ ഉള്ളവരൊക്കെ. അവിടെ നവാബുമാരുടെയും സുൽത്താൻമാരുടെയും മുഗളന്മാരുടെയൊക്കെ പേരക്കുട്ടികളാണ് വടക്കേ ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾ. അവരെയാണ് ഇന്നലെയും ഞങ്ങൾക്ക് പത്രത്തിൽ വായിച്ചത്. പോസ്റ്റും കാൽമ കെട്ടിയിട്ട് പട്ടാപ്പകൽ തച്ചുല്ലുണ്ട്. പോസ്റ്റും കാൽമലോ മരത്തുമലോ കെട്ടിയിട്ടിട്ട് തച്ചുമില്ല, ജീവൻ പോകണ വരെ. പകല് ചോദിക്കാനും പറയാനും ആളില്ല. ഇസ്ലാമിൻ്റെ അന്തസ്സിൻ്റെ കാലിൽ നിൽക്കാൻ കഴിയാണ് മുസ്ലിമീങ്ങൾ.
അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ഈ മദ്രസകൾ കൂടുതൽ ശക്തമായി, കൂടുതൽ ഫലപ്രദമായി, കൂടുതൽ സമൂഹത്തിൻ്റെ സാഹചര്യങ്ങൾക്കും മാനസികാവസ്ഥകൾക്കും അനുയോജ്യമായി നടത്തപ്പെടാനുള്ള ബഹുമുഖമായ സംവിധാനങ്ങളെപ്പറ്റി ആലോചിക്കുക, എന്നിട്ടത് പ്രയോഗവൽക്കരിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഒത്തുകൂടിയതിൻ്റെ ലക്ഷ്യം. ഈ അധ്യാപനം എന്നാണ് പഠിപ്പിക്കണേന്ന് പറയാം. അധ്യാപനം അത് എല്ലാ കാലത്തും ഒരേ രീതിയിലല്ല. അതിൻ്റെ അലകും പിടിയൊക്കെ മാറി മാറി വരും. വിദ്യാഭ്യാസ മനഃശാസ്ത്രം മാറുന്നതിനനുസരിച്ച്, അഭിസംബോധിതരുടെ മാനസികാവസ്ഥ മാറുന്നതനുസരിച്ച്, സമൂഹത്തിൻ്റെ ചുറ്റുപാട് സാഹചര്യങ്ങൾ വ്യത്യസ്തമാകുന്നതിനനുസരിച്ച് മാറി വരും. 50 കൊല്ലം മുമ്പ് ഖാലല്ലാഹു അസ്സ വജൽ എന്നാണ് ഒരു ഉസ്താദ് ഒരു കാര്യം പറഞ്ഞതിന് ആൾക്കാരൊക്കെ അംഗീകരിക്കും, കാരണം പടച്ചോൻ പറഞ്ഞതാണ്. ഇന്ന് അതേ ആയത്ത് ആ ഉസ്താദിൻ്റെ പേരക്കുട്ടിൻ്റെ കുട്ടി ഇന്ന് വയലു പറയുകയാണെങ്കിൽ എന്താ അല്ലാഹ് അങ്ങനെ പറയാൻ, എന്താ അങ്ങനെ തന്നെ ചെയ്തോളണം എന്നാണ് മുസ്ലിമീങ്ങളുടെ മക്കളാ ചോദിക്കുന്നത്. വിശദീകരിക്കണ നമുക്ക് അനുഭവങ്ങളുണ്ടാവും. അപ്പം കാലഘട്ടത്തിൻ്റെ മനഃശാസ്ത്രമനുസരിച്ച് വേണം ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ. അതെനിക്ക് കാലഘട്ടം മനഃശാസ്ത്രമൊക്കെ ഇപ്പം ഉണ്ടായതല്ലേ നിങ്ങൾ പറയും. ബിസ്മില്ലാ, ഇപ്പം ഉണ്ടായതല്ല, പണ്ടേ അങ്ങനെ തന്നെയാണ്. അള്ളാഹു തആല തൗറാത്ത് ഇറക്കിയാണ് മൂസാ നബിക്ക്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ദാവൂദ് നബിക്ക് സബൂർ, പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈസാ നബിക്ക് ഇഞ്ചീൽ, പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ മുത്ത നബിക്ക് ഫുർഖാനുൽ അദീം. എന്താ അതങ്ങനെ മാറ്റി പറഞ്ഞു നോക്കിച്ചാൽ ചിലപ്പോൾ ആദ്യം പറഞ്ഞ നിയമം മാറ്റി പറയും. ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മാറ്റുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും, നിങ്ങൾ കണ്ടുപിടിക്കണം. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ. നമ്മളൊരു നിയമം മാറ്റി പറയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഉദാത്തമായത്, ശ്രേഷ്ഠമായത്, ഫലപ്രദമായത്, സുഗ്രാഹ്യമായത്, പ്രായോഗികമായത് നമ്മൾ വേറെ അവതരിപ്പിക്കും. ഔ മിസ്ലിഹ, അല്ലെങ്കിൽ തത്തുല്യമായ നിയമങ്ങൾ ആ സ്ഥാനത്ത് കൊണ്ടുവരും. അത് പുരാതന സമൂഹങ്ങളുടെ ചരിത്രം പഠിക്കണം, അപ്പോൾ മനസ്സിലാവും. ഇനി മുത്തനബി ഖുർആനും ഹദീസുമായിട്ട് വന്നു. ആ ഖുർആനും ഹദീസും ഇങ്ങനെ മുന്നിൽ വെച്ചല്ല സമൂഹം ഇസ്ലാമിക കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സമൂഹത്തിൻ്റെ പുതിയ തലമുറക്ക് പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുത്തനബി വന്നിട്ട് 1500ഓളം കൊല്ലമായി. ആദ്യ നൂറ്റാണ്ടിലുള്ളതല്ല, അടുത്ത 2-ാം നൂറ്റാണ്ടിൽ, പിന്നെ 3-ാം നൂറ്റാണ്ട്, ഇപ്പോൾ 14-ാം 15-ാം നൂറ്റാണ്ട് ഹിജറ. കിതാബും അധ്യാപന രീതിയൊക്കെ പഠിപ്പിച്ച് മാറ്റി മാറി മാറി വന്നുകൊണ്ടിരിക്കണം. സ്ഥലം പരിഷ്കരിക്കേണ്ടി വരും, വിപുലീകരിക്കേണ്ടി വരും. ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ബഗ്ദാദിൽ ദർസ് തുടങ്ങിയെന്ന് ഒരു പള്ളിയിലാണ്. ആളുകൾ കൂടി 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 വരാൻ തുടങ്ങിയപ്പോൾ അത് ബാബുൽ അസജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് മാറ്റിയതാണ്. അല്ല, അവിടുത്തെ ആദ്യത്തേനും അടുത്തോടെ ഇരുന്നാൽ പോരെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദ്യത്തിന് പ്രസക്തിയില്ല. 20-25 കൊല്ലം മുമ്പ് പിന്നെ അതുക്കിയാണ് മദ്രസയിൽ പഠിപ്പിച്ചിരുന്നത്. ഉദാഹരണം, ഇന്നിപ്പോൾ അതുക്കിയില്ല. എന്തേ അതുക്കേനെ പഠിപ്പിച്ചാൽ പോരെ? മഖ്ദൂമിൻ്റെ കിതാബല്ലേ ബർക്കത്ത് അതിലുള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ ഈ അഭിസംബോധിതരുടെ ആരെയാണോ പഠിപ്പിക്കുന്നത്, ആ പഠിപ്പിക്കപ്പെടുന്ന സമൂഹത്തിൻ്റെ മനഃശാസ്ത്രം, അവരുടെ ചിന്താഗതി, അവരുടെ സാംസ്കാരികമായ ഔന്നത്യം, ഭൗതിക കാഴ്ചപ്പാടുകളിലുള്ള വ്യത്യാസം, ഇതൊക്കെ പരിഗണിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിപ്പോൾ പറയണല്ല, മുത്തനബി പണ്ട് പറഞ്ഞാണ്, നഹ്നു മആശിറൽ അംബിയാഇ ഉമിർനാ അൻ നുനസ്സില അന്നാസ മനാസിലഹും വ അൻ നുകല്ലിമഹും അലാ ഖദ്രി ഉഖൂലിഹിം. ഞങ്ങൾ പ്രവാചകന്മാരൊക്കെ എല്ലാവരും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ജനങ്ങളെ അവരർഹിക്കുന്ന സ്ഥാനത്ത് ഇരുത്തണം, അവരുടെ മാനസികാവസ്ഥ വെച്ച് സംസാരിക്കണം. വേറെ ദീനീ പ്രബോധന രംഗത്ത് തന്നെ ഏറെ സവിശേഷമായ ഒരു കൽപ്പന ഇതേ മായനാക്ക് തന്നെ, ഇതേ ആശയത്തിൽ തന്നെ മുത്തനബി പറഞ്ഞിട്ടുണ്ട്, കല്ലിമിന്നാസ അലാ ഖദ്രി ഉഖൂലിഹിം. സ്ഥലത്തിന്, പ്രദേശങ്ങൾക്ക്, സാഹചര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഞാൻ പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് യമനിലേക്ക് പോകാൻ പറഞ്ഞു മുത്തനബി, ദീൻ പറഞ്ഞു കൊടുക്കാൻ. മുആദ് റളിയല്ലാഹു അൻഹു ഒരു വൈമനസ്യം,
വിമ്മിഷ്ടം. എന്താ മുത്തനബി പറഞ്ഞതിന് എതിര് ചെയ്യാന്നുള്ളതുകൊണ്ടല്ല. എനിക്ക് 24 മണിക്കൂർ ഈ പുണ്യമദീനയിൽ തന്നെ താമസിക്കണം. ഇടയ്ക്കിടെ മുത്തനബിയുടെ തിരുവദനം സുന്ദരമുഖം കണ്ടുകൊണ്ടിരിക്കണം. യമനിലേക്ക് പോയാൽ അത് സാധ്യമാവില്ലോ പഠിച്ചോനെ, എങ്ങനെ ഞാൻ ഇതൊക്കെ ഇട്ട് എറിഞ്ഞ് യമനിലേക്ക് പോവുക? മുത്തനബീന് ആവശ്യമായ പ്രോത്സാഹനം കൊടുത്തു. നിങ്ങൾ പോയിക്കോളി, അതാണ് നല്ലത്. യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ ഖൈറുൽ ലക മിൻ ഹുംറിൻ നഅം. നിങ്ങൾ അവിടെ പോയിട്ട് ആ വിദൂര ദിക്കിൽ പോയിട്ട് വയല് പറഞ്ഞ് ജനങ്ങൾക്ക് ഹിദായത്ത് പറഞ്ഞു കൊടുത്ത് ഖുർആനും ഹദീസും പഠിപ്പിച്ചു കൊടുത്ത് ഒരു മനുഷ്യൻ ഹിദായത്തിലായാൽ ദുനിയാവും അതിലുള്ള സകല സമ്പാദ്യങ്ങളും കിട്ടുന്നതിനേക്കാൾ ഉദാത്തമാണ്, ശ്രേഷ്ഠമാണ്, ഉത്തമമാണ് അത് എന്നാണ് പറഞ്ഞത്. ഇവർ പോയി. ഇങ്ങനെയാണ് സ്വഹാബികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തത്. ചൈനയിലേക്ക് പോയി, ഇന്ത്യയിലേക്ക് വന്നു, അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി, പാകിസ്ഥാനിലേക്ക് പോയി, സിന്ധിലേക്ക് പോയി, ഇന്ത്യയിലേക്ക് വന്നു, ഒക്കെ അങ്ങനെയാണ്. മദീനയുടെ ശ്രേഷ്ഠതയോ മക്ക കഴിഞ്ഞാൽ അടുത്ത ഗ്രേഡ് മദീനക്കാണോ? അത് വേറെ ഒരു നിലക്കുള്ള പരിഗണന. ആ പരിഗണനകളിൽ സഹാബികൾ 1.25 ലക്ഷം സഹാബികൾ അവിടെ തന്നെ ഇരുന്നാൽ അള്ളാഹുവിൻ്റെ ദീന് ദുനിയാവിന് നാനാഭാഗത്തേക്ക് എത്തുമോ? ഇല്ലല്ലോ. അപ്പോൾ ആ മഹത്വം പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് മുത്തുനബി അവരെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും അയച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ദിക്കിലൊരു നാട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ഹിദായത്തിൻ്റെ ഒരു സന്ദേശം കൈമാറിയാൽ നളറല്ലാഹു റഅൻ സമിഅ മഖാലതി ഫവആഹാ ഫഅദ്ദാഹാ കമാ സമിഅഹാ, എൻ്റെ ഒരു തിരുവചനം ആരെങ്കിലും കേട്ടു പഠിച്ചു മനസ്സിലാക്കി, സമിഅ മഖാലതി ഫവആഹാ എന്നിട്ട് ഫഅദ്ദാഹാ കമാ സമിഅഹാ, വേറൊരു നാട്ടിൽ പോയിട്ട് എന്നിൽ നിന്ന് പഠിച്ചതനുസരിച്ച് അവനത് അവിടെ പറഞ്ഞു കൊടുത്താൽ അള്ളാഹു അവന് അനുഗ്രഹം ചൊരിയട്ടെ എന്നാണ് ആദ്യത്തെ പദത്തിൻ്റെ അർത്ഥം. നളറ ളദ് നൂന ളദ് റ നളറ അല്ലാഹു റഅൻ സമിഅ മഖാലതി ഫവആഹാ ഫഅദ്ദാഹാ കമാ സമിഅഹാ. മദീന ശ്രേഷ്ഠം തന്നെയാണ്. അവിടെയുള്ള നിസ്കാരത്തിനുള്ള പുണ്യം നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ മക്കയിലുണ്ടായിരുന്നു സഹാബികൾ, അവിടെയൊക്കെ വിട്ടു പോയി വരും. അപ്പം നമ്മുടെ മക്കളെ കാര്യം എടുത്ത് നോക്കിയാൽ അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം വേണം. അത് ഇസ്ലാം പണ്ടേ പറഞ്ഞതാണ്. ദുന്യാവിൽ ജീവിക്കുന്ന മനുഷ്യനാകുമ്പോൾ ദുന്യവിയായ കാര്യങ്ങൾ അവനെ അറിയണം. അതാണ് ഈ ഭൗതിക വിദ്യാഭ്യാസം എന്നാണ്, അല്ലെങ്കിൽ ലൗകിക വിദ്യാഭ്യാസം എന്നാണ്. അത് പരിമിതമായ സമയമാണ്. 50, 60, 65, 70, 75, 80 കൊല്ലം. അത് കഴിഞ്ഞാൽ പിന്നെ അനന്തമായ ശാശ്വതമായ പാരത്രിക ജീവിതം. അവിടെയും നന്മയും നേട്ടവും പുരോഗതിയും വിജയവും ഒക്കെ ഉണ്ടാകണം. ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا. ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യന് ഭൗതികമായ കാര്യങ്ങൾ, ലൗകികമായ കാര്യങ്ങൾ, ദുന്യവിയായ കാര്യങ്ങൾ അറിയണം, വിനിമയം നടത്തണം, കൈകാര്യം ചെയ്യണം. അത് പുണ്യമാണ്. കച്ചവടം ചെയ്യൽ ഇബാദത്താണ്, കൃഷി ചെയ്യൽ ഇബാദത്താണ്, ഫാക്ടറി നടത്തൽ ഇബാദത്താണ്. പഠിച്ചവന് വേണ്ടിയാണ്, പഠിച്ചവൻ്റെ അടിമകൾക്ക് വേണ്ടിയാണെന്ന് നല്ല നിയത്തുമാണ്. ഇൽമ പഠിക്കൽ ഇബാദത്താണ്, ഖുർആൻ പഠിക്കൽ ഇബാദത്താണ്, ഖുർആനിക പ്രഭാഷണങ്ങൾ നടത്തൽ ഇബാദത്താണ്. അതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ ഒരാൾ ഖുർആൻ പഠിച്ചു, ഇൽമ പഠിച്ചു, അത് ദീനി വിജ്ഞാനമല്ല എന്നാണ് മുത്തനബി പറഞ്ഞെന്നാണ്. ഇന്ന അവ്വലന്നാസി യുഖ്ളാ അലൈഹി യൗമൽ ഖിയാമ റജുലുൻ വറജുലുൻ വറജുൽ. 3 കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് ആഖിറത്തിൽ ആദ്യ വിചാരണയ്ക്ക് വിധേയരാക്കുക. നമ്പർ 2 വറജുലുൻ, ഒരാളാണ്. സഅല്ലമൽ ഇൽമ, അവൻ കുറേ കാലം ഓതാൻ പോയി. അല്ലമഹു, കുറേ കാലം ഓദിക്കാനും പോയി, മുദരിസായി പോയി. ഖറഅൽ ഖുർആൻ, അവൻ ഖുർആനിക സേവനങ്ങൾ, പ്രഭാഷണങ്ങൾ, അധ്യാപനങ്ങൾ, സംരംഭങ്ങൾ ഒക്കെ ചെയ്തു. ഫൗതിയബി, അവന് വിചാരണക്ക് ഹാജരാക്കും അല്ലാഹു തആല. എന്നിട്ട് ഫഅറഫഹു നിഅമഹു ഫഅറഫഹ, ദുനിയാവിൽ ചെയ്തു കൊടുക്കുന്ന നിഅമത്തുകളൊക്കെ അനുസ്മരിപ്പിക്കും. ഫഅറഫഹ, അവനത് ബോധ്യവും അള്ളാഹ് കിന്നതിനൊക്കെ ചെയ്തു തന്നിരുന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ ചോദ്യം, ഫമാദാ അമിൽത ഫിഹ, ഞാൻ ഇത്ര ഇന്ന അനുഗ്രഹങ്ങൾ ഒക്കെ ചെയ്തു തന്നിട്ട് നീ എന്താ പ്രതികരിച്ചത്?
പകരം നീ എന്താ ചെയ്തത്? കാല, അവൻ പറയും തഅല്ലംതുൽ ഇൽമ, 10 കൊല്ലം ഞാൻ കിതാബ് ഓതാൻ പോയി പഠിച്ചോനെ. വഅല്ലംതുഹു, 20 കൊല്ലം ഞാൻ ദർസ് നടത്തി ഉസ്താദ് പഠിച്ചോനെ. വഖറഅതു ഫീകൽ ഖുർആൻ, നിൻ്റെ മാർഗത്തിലായി ഞാൻ ഖുർആൻ പാരായണം ചെയ്തു, വേദ പറഞ്ഞു, പ്രസംഗിച്ചു, പരിഭാഷ എഴുതി, ഖുർആനിക പ്രഭാഷകനാണ് എന്ന പേര് എനിക്ക് ആൾക്കാർ നൽകി. കാല, പഠിച്ചവൻ്റെ പ്രതികരണം കദബ്ത, നീ പറഞ്ഞത് നുണയാണല്ലോ. വലാകിന്നക തഅല്ലംത, നീ 10 കൊല്ലം കിതാബ് ഓതാൻ പോയി. വഅല്ലംതഹു, അത് നീ പഠിപ്പിച്ചു, അത് നീ ഒരു ആലിമാണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ്. തഅല്ലംത ലിയുഖാല ഇന്നക ആലിം. വഖറഅതൽ ഖുർആന, ഖുർആനികമായ കുറേ കോപ്രായങ്ങൾ കാട്ടി എന്ന് പറഞ്ഞല്ലോ. ലിയുഖാല ഹുവ ഖാരിഉൻ, ഇന്നാലിന്നവൻ വലിയ ഖാരി ആണ്, ഖുർആൻ പ്രഭാഷകനാണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ് നീ ചെയ്തത്. വഖദ് ഖീൽ, അങ്ങനെ ആളുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ നോട്ടീസിലൊക്കെ അതുണ്ടായിരുന്നു, നീ വരുന്ന പരിപാടിയിൽ പ്രമുഖ ഖുർആൻ പ്രഭാഷകൻ. ആളുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. നീ മരിച്ച അന്ന് തന്നെ ഓൺലൈൻ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ഇന്നാലിന്ന മൊയ്ലേര് പണ്ഡിതൻ ഖുർആൻ പ്രഭാഷകൻ മരിച്ചു. അടുത്ത പ്രഭാത പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ആ വിഷയം. വഖദ് ഖീൽ, പറഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ അടുത്തൊന്നുമില്ല എന്നർത്ഥം. ഇൽമും ഖുർആനും പഠിച്ചവനെ പറ്റിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ ഇത് പഠിപ്പിച്ചത്. എന്നിട്ട് ഇവനെന്താ പിന്നെ ചെയ്യുക? നോർമൈൻഡ് ആക്കല്ല. സുമ്മ സുഹിബ ബിഹി അലാ വജിഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ, മലക്കുകളോട് പറയും നരകത്തേക്ക് വലിച്ചെറിഞ്ഞു മതി. മലക്കുകൾ അവനെ കമിഴ്ത്തി വലിച്ചു കൊണ്ടുപോയി നരകത്തേക്ക് ഒരൊറ്റ ഏറ. റവാഹു മുസ്ലിം, ഇമാം അബൂ ഹുറൈറ റിവായത്ത് ചെയ്ത ഹദീസാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ചെയ്യുന്ന സംരംഭങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, നമ്മുടെ മക്കളുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി, അവരുടെ ഇസ്ലാമികമായ സംസ്കൃതി. വല്ല പുസ്തകം നിർത്താളോ അല്ല. അപ്പോൾ ഈ പ്രസിഡൻ്റാകാൻ വേണ്ടി, സെക്രട്ടറി ആകാൻ വേണ്ടി, ഖജാൻജി ആകാൻ വേണ്ടി, എക്സിക്യൂട്ടീവ് മെമ്പറാകാൻ വേണ്ടി, ഇതിനൊന്നും ഒരു പണി നമ്മളെടുത്താൽ ആഖിറത്തിൽ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവില്ല. നമ്മൾ നിസ്സാരമായൊരു പണി ചെയ്ത് പടച്ചോന് വേണ്ടി, നായ്ക്ക് വെള്ളം കൊടുത്തൊരു സ്ത്രീ ഉണ്ടല്ലോ, അതിലവൾ മുഖ്ലിസത്തായിരുന്നു, ആത്മാർത്ഥയായിരുന്നു. അതുകൊണ്ട് അവിടെ എല്ലാ ദോഷങ്ങളും പടച്ചോൻ പുറത്തു കൊടുത്തു. ദോഷങ്ങളൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ ആഖിറത്തിൽ ചെന്നാൽ എന്താണ്ട് സ്വർഗത്ത് കടന്നോന്നറിയും. അവൾ സ്വർഗാവകാശിനിയായി. ഇതാണ് നമ്മുടെ ദീൻ. ദീനിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, നമ്മുടെ മക്കളുടെ ഇസ്ലാമികമായ ഭാവിക്ക് വേണ്ടി, ശോഭനമായ ഭാവിക്ക് വേണ്ടി ആയിരിക്കണം നമ്മുടെ പ്രവർത്തനം. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. നീയത്ത് നന്നാക്കുക എന്നുള്ളത് വേണം. നമ്മുടെ കുട്ടികളിൽ ഒരുപാട് നൈസർഗികമായ കഴിവുകളുണ്ടായിരിക്കും. ആ കഴിവുകളൊക്കെ വളർത്തിയെടുക്കാൻ മദ്രസകളിൽ സംവിധാനങ്ങൾ വേണം. സ്കൂളിൽ അതുണ്ടാവും, പറയണ്ട. ഈ സ്കൂളിൽ അവർ കഥകളി കളിക്കാൻ, ക്രിസ്മസ് പുൽക്കൂടുണ്ടാക്കാൻ, അല്ലെങ്കിൽ ചിത്രം ഉണ്ടാക്കാൻ, ഇതിനൊക്കെയാണ് സ്കൂളിൽ സന്ദർഭം ഉണ്ടാകുക. ആയിക്കോട്ടെ, നമ്മുടെ മക്കളുടെ ഇസ്ലാമികമായ ഭാവി നമ്മളാണ് ചെയ്യേണ്ടത്. വേറൊരാളെ ചെയ്യൂല, നമ്മൾ അയൽവാസി ചെയ്യൂല. കാരണം ഓനോൻ്റെ മക്കളും പേരക്കുട്ടികളും കാര്യം നോക്കാനുണ്ടാവും. അപ്പോൾ നമ്മുടെ മഹല്ലത്തുകളിലെ ഓരോ മാനേജ്മെൻറ്റും ഇത്തരം സന്ദർഭങ്ങൾ വളരെ വളരെ ക്രിയാത്മകമായി വിനിയോഗിക്കപ്പെടാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യണം. അവർ പ്രസംഗ പരിശീലനം, അത് ഇസ്ലാമിക പ്രഭാഷണങ്ങൾ നടത്താനുള്ള പരിശീലനം അവർക്ക് നൽകണം. ഇസ്ലാമികമായ ഒരു പേഴ്സണാലിറ്റി വളർത്തിക്കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. ദീനിന് നമ്മുടെ മക്കൾ ഉപകാരപ്പെടണം. പ്രഭാഷകനായി, പ്രസംഗകനായി, ലേഖകനായി, അല്ലെങ്കിൽ 40 മിനിറ്റ് എന്നോട് പറഞ്ഞത്, 40 മിനിറ്റ് ആകാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ സൃഷ്ടിപരമായി വിനിയോഗിക്കണം. നമ്മുടെ മഹല്ലത്തിൻ്റെ ശോഭനമായ ഭാവിക്ക്, നമ്മുടെ ശോഭനമായ ഭാവിക്ക്, നമ്മുടെ കുടുംബത്തിൻ്റെ ഇസ്ലാമികമായ ശോഭന ഭാവിക്ക്, ഇതൊക്കെ നമ്മുടെ മക്കൾ അങ്ങനെ ആകുമ്പോഴാണ് സാഹചര്യങ്ങൾ ഒത്തുവരിക. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിങ്ങളെല്ലാവരും കൂടിയാലോചന നടത്തണം. കമ്മിറ്റി നടത്തണം. കൂടിയാലോചനകൾ നടത്തി നമ്മുടെ മദ്രസയിലെ നബിദിനാഘോഷം ഉദാഹരണം, നമ്മുടെ മദ്രസയിലെ ഇന്ന പരിപാടി, അത് എങ്ങനെയെല്ലാം പരമാവധി ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് കൂടിയാലോചന നടത്തി
പരമാവധി സൃഷ്ടിപരമായ മാർഗ്ഗങ്ങൾ കണ്ടെത്തി അത് ഏറെ ഫലപ്രദമായി വിനിയോഗിക്കാൻ നമ്മളെല്ലാവരും ചിന്തിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങൾക്ക് ദുആ ചെയ്യണം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.